ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരിടം വരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തൈപ്പൂയമാണ്. തൈപ്പൂയമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മുരുകക്കോവിലാണ് കേട്ടോ പോയത്. അപ്പോൾ വന്ന പാടെ തന്നെ ക്ഷേത്രത്തിൽ കയറി തൊഴുതിറങ്ങിയതിന് ശേഷം മോൾക്കൊരു ഐസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ ഉത്സാഹത്തിനുള്ള കളിയും സന്തോഷമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര അത്രയും ആൾക്കാർ ഇരുന്നിട്ടും അവൾക്ക് ഒരു കൂസലും ഇല്ലാത്ത ഭയങ്കര കളിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ താരക്കുട്ടൻ. എത്ര ആളിരുന്നാലും അവൾ കളിക്കുന്നിടത്തുനിന്ന് കളിക്കും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കാവടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആദ്യം എഴുന്നള്ളത്ത് ഘോഷയാത്രയൊക്കെ ആയിരുന്നു, ആനയും ഒക്കെ ആയിട്ടുള്ള എഴുന്നള്ളത്ത് പോയി. അതിൻ്റെ തൊട്ട് പുറകെ പാൽക്കാവടി, ഭസ്മക്കാവടിയൊക്കെയാണ്. പിന്നാലെ തന്നെ പീലിക്കാവടിയൊക്കെ ഉണ്ടായിരുന്നു. പലതരം കാവടികളൊക്കെ കണ്ട് ഞങ്ങൾ റൊട്ടയെ നടന്നു പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ പീലിക്കാവടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു മയിൽപ്പീലിയെങ്കിലും എവിടെയെങ്കിലും തറയിൽ വീണിടന്നെങ്കിലും കിട്ടണേന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നാലെ ഒത്തിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരും ഓരോരോ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും കഠിനമായിട്ടുള്ള കാവടിയൊക്കെ എടുക്കുന്നത്. കണ്ടില്ലേ, ശരീരത്തിൽ എന്തുമാത്രം വേല കുത്തിയിരിക്കുന്നതെന്ന് കണ്ടില്ലേ. അവർക്കത് വേദനയൊന്നും എടുക്കത്തൊന്നുമില്ല കേട്ടോ. അവർ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും തന്നെ ഇപ്പോൾ നമുക്ക് തോന്നും അവർക്ക് എന്തുമാത്രം വേദനയാണെന്ന്. പക്ഷെ അവർക്ക് ഒരു തരി വേദന അവർ ഉണ്ടാവില്ല കേട്ടോ. ഭഗവാന്റെ അത്ര ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അവർക്കൊക്കെ കിട്ടുന്നത് കേട്ടോ. ഞാനും എടുത്തിട്ടുണ്ട് കാവടി. ഞാൻ നേർന്നത് പാൽക്കാവടിയാണ്. പക്ഷേ എനിക്ക് എടുക്കാൻ യോഗം കിട്ടിയത് പീലിക്കാവടിയാണ് കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് കിട്ടിയതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാവടി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പാൽക്കാവടി നേർന്നിട്ട് എനിക്ക് പീലിക്കാവടിയാണല്ലോ എടുക്കാൻ കഴിഞ്ഞെന്നുള്ള സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഭഗവാന്റെ നിശ്ചയം തന്നെ നടക്കട്ടെ എന്ന് കരുതി പീലിക്കാവടി തന്നെ ഞാൻ എടുത്തു. പീലിക്കാവടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കണ്ടിരുന്നു, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വന്നപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ പീലിയോട് കൂടി ഒരു മയിലിരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. അത് എന്തോ വണ്ടിയിൽ പോയിട്ട് കൂടി ഞാനത് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ അത് കാണിച്ചു തന്നപ്പോൾ എന്തോ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സ് നിറയെ അറിയാതെ തന്നെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനോട് എൻ്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഒരു മയിലിരിക്കുന്ന കണ്ടോ, മയിൽ അതിൻ്റെ പീലി നോക്ക് തറയെ തട്ടി കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ ചേട്ടായി കണ്ടില്ല. പക്ഷേ എന്തോ എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം, ഞാൻ അതിൻ്റെ തലേ ദിവസം പോയി പീലിക്കാവടിയൊക്കെ എടുത്തതാണ്. സംശയത്തോടെയാണെങ്കിലും കാവടിയൊക്കെ എടുത്തെന്നാലും ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം.